എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഈ വർഷം അവസാനിക്കുന്ന ആ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് കുറേ എനർജി പോർട്ടൽസ് ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റീസെൻ്റ് ആയിട്ട് 6-ാം തീയതി ഡിസംബർ മാസം എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഡോർവേസ് പ്രപഞ്ചശക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളിലേക്ക് തുറന്നു തരികയാണ്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ചൊന്ന് അവെയർ ആയിരിക്കുക. നമ്മളുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് അതിനെ ഒരു റിസീവിങ് മോഡിൽ നിന്നുകൊണ്ട് റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും സജഷൻസിനും മോട്ടിവേഷനും എല്ലാത്തിനും തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഇവിടെ 6-12 എന്ന് പറയുന്ന അവിടെ ഒരു എനർജി പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു എനർജി വൈബ് ഏകദേശം ഒരാഴ്ചയോളമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അവിടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെല്ലാം ഇതുപോലത്തെ എനർജി പോർട്ടൽ ഓപ്പൺ ആവുന്നതിൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ ഇതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചിരിക്കാതെ ഒന്ന് അവെയർ ആയിക്കൊണ്ട് നമ്മളുടെ ആ ഒരു ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നല്ല ഡിസിഷൻ എടുത്ത് ജീവിതത്തിൽ സ്റ്റാഗ്നൻ്റായി നിൽക്കാതെ നടന്നു നീങ്ങാൻ മൂവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വന്ന് വീഴും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജൈത്രയാത്ര, ഇപ്പോൾ നമ്മൾ സ്പിരിച്വലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ നമ്മൾ നോർമലി നമ്മൾ കുറേ ജീവിതത്തിൽ ഒരുപാട് ഹർഡിൽസ് ഒക്കെ കിട്ടി, ഒബ്സ്റ്റക്കിൾസ് കിട്ടി, അല്ലെങ്കിൽ ലൈഫ് ലെസൺസ് കിട്ടി. അതിൽ നിന്നെല്ലാം നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒന്ന് മോൾഡ് ചെയ്ത് വേറൊരു രീതിയൊക്കെ ആക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് പ്രപഞ്ചത്തിൻ്റെ ഭാഗത്ത് നമ്മളുടെ മുന്നിൽ ഇട്ട് തരും. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് നിന്ന് പോകുന്ന ഒരു സമയമായതുകൊണ്ട് ഒരു വാറിയർ മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് നിന്നുകൊണ്ട് എന്താണ് ഇതൊക്കെ എന്നൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെന്നിലിരിക്കുന്ന ഒരു ഡബിൾ എനർജിയുടെ ഒരു പ്രവർത്തനമാണോ അതോ ഇനി എനിക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ടെസ്റ്റാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊന്ന് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ട്രിഗറിങ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആ ഒരു എനർജിയൊക്കെ അത് നമുക്ക് കിട്ടുമ്പോൾ അതിൽ നമ്മൾ ഡീപ് ഡൗൺ ആയിട്ട് വീണ് പോകാതെ ഒന്ന് പോസ് ചെയ്ത് ഒരു 2-3 ദിവസം നമ്മളിൽ തന്നെ ഒന്ന് ഒതുങ്ങിക്കൊണ്ട് ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നമ്മളുടെ എനർജി ആ രീതിയിൽ ഡ്രെയിൻ ചെയ്ത് പോകാതെയൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് അതിന് ശേഷം ആ ഒരു കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു വിൻഡ് നമ്മളെ വിട്ട് അങ്ങ് പോകുന്നത് വരെ ഒന്ന് പോസ് ചെയ്ത് നിന്നുകൊണ്ട് നമ്മൾ അതിന് ശേഷം നമ്മളുടെ ആ ഒരു ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ജീവിതയാത്ര മുന്നോട്ട് സഞ്ചരിക്കുക. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ മുന്നിൽ എന്തൊക്കെ ട്രിഗറിങ് വന്നാലും അതിലേക്ക് നമ്മൾ ഈഗോ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് അവർക്ക് അതിന് പകരം അല്ലെങ്കിൽ കുറച്ചുകൂടി ഇരട്ടിയായിട്ട് കൊടുക്കണമെന്നുള്ള ചിന്താഗതി അരുത്. അതിന് പകരം എല്ലാ പ്രപഞ്ചശക്തിയാണ് നമ്മളുടെ മുന്നിൽ തരുന്നത്. ചിലപ്പോൾ നമ്മൾക്കുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പാത ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വേറെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എല്ലാം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ത്രില്ലിംഗ് ആണ്. കാരണം നമുക്ക് പല ആംഗിളിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരെ ഒരു ലവ് അപ്പീൽ ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ആളുകളാണെങ്കിലും അറിയാത്ത ആളുകളാണെങ്കിലും ഇനി കുറച്ച് നാൾ മുമ്പ് വരെ കണ്ടു പിന്നെ വളരെ സർപ്രൈസിങ് ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നമ്മളുടെ മുന്നിൽ വരുന്ന വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും നമ്മളെവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് ഒരു ലവ് ഓഫർ തരുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഇനീഷ്യേഷൻ എടുക്കുന്ന രീതിയിൽ ഒക്കെ ഒരു സന്ദർഭം നമ്മളുടെ മുന്നിൽ വന്ന് വീഴുമ്പോൾ നമ്മൾ ഇതെന്താ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പല തരത്തിലും പല രീതിയിൽ നമ്മളുടെ അടുത്ത് ഇങ്ങനെ തോന്നുന്നത്, ഇനി എനിക്ക് തോന്നുന്ന കാര്യമാണോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഒരു മിക്സ്ഡ് സിഗ്നൽ നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം അത് ആ ഒരു എനർജി പോർട്ടലിൻ്റെ ഓപ്പൺ ആവുന്ന രീതിയിൽ നിങ്ങൾ വളരെ മാഗ്നറ്റിക് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ അറ്റയർ അത്രത്തോളം നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഓറ അല്ലെങ്കിൽ നമ്മുടെ എനർജി മറ്റ് പല ആളുകളും അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് ദേ വോണ്ട് യുവർ എനർജി. എങ്ങനെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ആ ഒരു
രീതിയിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡീപ് ഡൗൺ ആയിട്ട് അതിലേക്കൊന്ന് വീണു പോകരുത്. ആ ഒരു ഇല്യൂഷണറി സ്റ്റേറ്റിൽ നമ്മളുടെ ഉള്ളിലെ നമ്മളുടെ അല്ലെങ്കിൽ തേർഡ് ഐ അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡ്യൂഷൻ വെച്ച് നമ്മളൊന്ന് ചിന്തിക്കുക, അതിനെ ഒരു വോം വെൽക്കം പോലെ നമ്മൾ സ്വീകരിക്കുക. എന്നാൽ ഒന്നും പറയണ്ട, എന്നിട്ട് അതിനെ അങ്ങ് കളഞ്ഞിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ പുതിയ പുതിയ സാധ്യതകൾ തേടി മുന്നോട്ട് പോയേക്കുക. ഇനി റിലേഷൻഷിപ്പിലൊക്കെ ബ്രേക്കപ്പായി പലതരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയി കടന്നവർ തിരിച്ചു വരുന്നൊരു സാഹചര്യമാണെങ്കിലും വളരെ മൈൻഡ്ഫുള്ളായിരുന്നുകൊണ്ട് കിട്ടിയ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളുടെ ആ ഒരു ലൈഫ് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം നടന്ന് നീങ്ങിപ്പോയേക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജീനിയസ് അവേക്കനിങ് ആണ് കിട്ടുന്നത്. കാരണം നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ് പല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ഭാഗത്തു നിന്ന് വളരെ ഹൈ ആയിട്ടുള്ള അവേക്കനിങ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ പല ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വന്ന് വീഴുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ചോദ്യം വരണം. അതായത് ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ്, അല്ലെങ്കിൽ എൻ്റെ റിയൽ വർത്ത് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പവർ, അല്ലെങ്കിൽ എൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്താണ് എന്ന് നമ്മളോട് തന്നെ ചോദിച്ചിട്ട് നമ്മളുടെ ഒതൻറ്റിക് സെൽഫിൽ നിന്നുകൊണ്ട് എത്ര ആളുകൾ നമ്മളെ തകർക്കാനോ അല്ലെങ്കിൽ തളർത്താനോ അല്ലെങ്കിൽ ഡീപ്പ് ഡൗൺ ആയിട്ട് നമ്മളെ ഒരു കുഴിയിലേക്ക് തള്ളിയിടാനോ തളച്ചിടാനോ ഒക്കെ ശ്രമിച്ചാൽ അവിടെ നിന്നെല്ലാം നമ്മൾ സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് നമ്മളുടെ പവറിൽ എഴുന്നേറ്റ് നമ്മളുടെ കാര്യങ്ങൾ ചെയ്ത് പോകാനായിട്ടുള്ള ആ ഒരു അവേക്കനിങ് അവിടെയൊക്കെ വീണു പോകാതെ അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് നമ്മളുടെ ആ ഒരു പുതിയ പുതിയ ഗോൾസ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ തന്നെ ആ ഒരു എനർജി പ്രൊട്ടക്ഷനൊക്കെ വരുത്തിക്കൊണ്ട് നമ്മളുടെ എനർജി ലെവലിൽ ഡിസ്ട്രാക്ഷനൊന്നും വരുത്താതെ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുകയും നമ്മളിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും നമ്മളിലിരിക്കുന്ന ഈശ്വരീയ ചൈതന്യത്തിനോട് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുക. ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആക്ടിവേഷനാണ്. അതായത് നിങ്ങൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ വരുത്തുമ്പോൾ അതെന്തായെന്ന് കുറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ അതിനെ അങ്ങ് വിട്ടു, പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മളുടെ ജീവിതം അങ്ങനെ ഇങ്ങനെ എല്ലാം പുതിയ രീതിയിലേക്ക് പുതിയ ആ ഒരു എനർജിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അതിനൊരു ആക്ടിവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും കാര്യങ്ങൾ ആഗ്രഹിച്ചു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ട്രിഗറിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇഫക്റ്റൊക്കെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളതിനെ തരണം ചെയ്തു പോകുന്നതെന്ന് ഓരോ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നിന്ന് അങ്ങ് മുന്നോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പ്രപഞ്ചശക്തിയുടെ ഭാഗത്തുനിന്ന് ആ ഒരു മാനിഫെസ്റ്റേഷൻ കൃത്യമായി നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രപഞ്ചശക്തിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സഹായങ്ങളും ആ ഒരു ഡിവൈൻ ടൈമിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്ന് സർപ്രൈസിങ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയതുപോലെ ഒരു സന്തോഷമൊക്കെ ആദ്യം ആ ഒരു ആക്ഷൻ ആവുമ്പോൾ നമ്മൾ തോന്നത്തില്ല, അത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ ഗ്രൗണ്ടഡായി നിന്നുകൊണ്ട് എപ്പോഴും പ്രപഞ്ചശക്തിയോട് ഗ്രേറ്റ്ഫുൾ ആവുക. എന്ത് നമ്മളുടെ ജീവിതത്തിൽ നടന്നാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. നെഗറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിൽ അതെനിക്ക് പഠിക്കാനുള്ളൊരു പാഠമാണ്, അതെൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കൊരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സമയമാണ്. അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയാണ് വരുന്നതെങ്കിൽ ഞാൻ അത്രയും ലൈഫ് ലെസൺ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിനെ ഒന്ന് മാറ്റിമറിച്ച് ആ ഒരു രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തിയപ്പോൾ പ്രപഞ്ചശക്തിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഓരോ ഗിഫ്റ്റ് കിട്ടുന്നത് പോലെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഉള്ള ഒരു റിയലൈസേഷൻ, അതായത് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ എൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ എനർജി ഏത് രീതിയിൽ നിൽക്കുന്നു, ഒരു 3 വർഷം മുമ്പ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്തായിരുന്നു, അല്ലെങ്കിൽ എനർജി ലെവലിൽ എനിക്ക് എന്തായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഏത് രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നും വലിയൊരു ഇംപ്രവൈസേഷൻ എനിക്ക് വരുത്തിക്കൊണ്ട് ഈ ഒരു സമയത്ത് ഞാനത് ആലോചിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്, ആ മാറ്റത്തിൻ്റെയൊക്കെ പിന്നിലുള്ള ശക്തി ആരാണ്? പ്രപഞ്ചശക്തിയാണ്, ഈശ്വരീയ ചൈതന്യമാണ്. അപ്പോൾ അത്രത്തോളം
ഈശ്വരീയ ചൈതന്യത്തിനെ വിശ്വസിച്ചപ്പോൾ 3 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഞാനിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ എനിക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നു. എൻ്റെ ജീവിതം വളരെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അച്ചീവ് ചെയ്തു പോകാനായിട്ട് പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഇനിയൊരു 3 വർഷം കഴിയുമ്പോൾ എൻ്റെ ഫ്യൂച്ചർ ഇതിൽ നിന്നും ടോപ്പ് ലെവലിലേക്ക് വരും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടുവരിക. അങ്ങനെ നമ്മളുടെ ഒരു സെൽഫ് റിയലൈസേഷൻ വരുത്തിക്കൊണ്ട് നമ്മൾ ഒരു 3 വർഷം കഴിയുമ്പോൾ നമ്മൾ ഏത് രീതിയിലാവണം, താഴേക്ക് പോകണോ മുകളിലേക്ക് പോകണോ? നോർമലി നമുക്ക് മുകളിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് എന്തെല്ലാം എനിക്ക് ഇംപ്രവൈസേഷൻ വരുത്തണം, അതിന് പ്രപഞ്ചശക്തി എൻ്റെ ഭാഗത്ത് എൻ്റെ കൂടെയുണ്ട്. ഒരു ഡിവൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പോലെ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു ശക്തിയെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട് എൻ്റെ കർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള വിശ്വാസത്തിൽ നമ്മളിൽ തന്നെ ഒരു സെൽഫ് റിയലൈസേഷൻ വരുത്തുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു മോട്ടിവേഷനൊക്കെ വളരെ കൂടുന്ന ഒരു സമയം. അപ്പോൾ നമുക്കെപ്പോഴും ഒരു ഫിയർ ബേസ്ഡ് അപ്രോച്ചാണ്. എന്ത് കാര്യം വന്നാലും അതിനെങ്ങനെ ഡിസിഷൻ എടുക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ നമ്മൾ പ്രതികരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെയാണ് ഈ കാര്യം ഒന്ന് പറയുക. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ട്രിഗറിങ് വരുമ്പോൾ അതിനെയെല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ട് എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊരു ഫിയർ ബേസ്ഡ് അപ്രോച്ച് വരുമ്പോൾ നമ്മളവിടെ എല്ലാം സ്റ്റക്കായിരിക്കും. എന്നാൽ ഇവിടെ നമുക്ക് ഈ എനർജി പോർട്ടൽ ഓപ്പൺ ആക്കി തരുമ്പോൾ നമ്മൾക്ക് വളരെയധികം നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കോൺഫിഡൻസ് ലെവലൊക്കെ ഉയർത്തിക്കൊണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം, ഞാൻ തീരുമാനിച്ച തീരുമാനം, അത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അത് മറ്റാരെയും ബാധിക്കുന്നില്ല. ബാധിച്ചാലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളിൽ തന്നെ ഒരു എനർജി ഷിഫ്റ്റിങ് വരുന്ന ഒരു സമയമായതുകൊണ്ട് അവിടെയൊക്കെ നിന്നു പോകരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ബഹുമാനക്കുറവായിരിക്കുമോ, അല്ലെങ്കിൽ അവർ നമ്മളെ അനുസരിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് കരുതുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവർ വേറെ രീതിയിൽ മോശപ്പെട്ട കാര്യം പറയുമോ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില ഭയത്തിൻ്റെ ആ ഒരു രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു എനർജി ഷിഫ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രപഞ്ചശക്തിയോട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി അവസാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എനർജി പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഷാർപ്പാവും. വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് അവിടെ പ്രസൻ്റ്ലി നടക്കാത്ത പല കാര്യങ്ങളും ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾ നമ്മൾക്ക് അത്രയും നമുക്ക് അടുപ്പമുള്ള ആളാണെങ്കിൽ ചില പാപത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാൻ നിൽക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൂടെ അവിടുന്ന് സേവ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു പോകാനായിട്ടൊക്കെ നമ്മൾ സഹായിക്കുന്ന ആ ഒരു രീതിയൊക്കെ ആയതുകൊണ്ട് മറ്റ് പല ആളുകൾക്കും നിങ്ങളുടെ ഒരു എനർജി ലെവൽ മനസ്സിലാവുന്നുണ്ട്. പല ആളുകളും പല ആംഗിളിലും നിങ്ങളെ സ്റ്റെയർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് എല്ലാവരും എന്തെങ്കിലും നോക്കുന്നേ, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ വിചാരിക്കുക, ഇതിൻ്റെ വല്ല വിച്ച് ക്രാഫ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആ ഒരു രീതിയിലുള്ള കഴിവൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ വളരെ സൈക്കിക്കാണോ എന്നൊക്കെ മറ്റുള്ളവർ അറിയുമോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പ്രപഞ്ചശക്തിയുമായിട്ട് അത്രയും സറണ്ടർ മോഡിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ, ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഡിവൈൻ ഫോഴ്സ് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ എന്തെല്ലാം നിങ്ങൾക്ക് തോന്നുന്നോ അതാണ് ശരി, അത് നിങ്ങളുടെ സോള് ആ ഒരു രീതിയിലൊക്കെ യാത്ര നടത്തുമ്പോൾ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, അതാണ് സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ തോന്നലുകളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക, അതിനെ വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എനർജി പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ ഓവറോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജസ്റ്റ് ഒന്ന് കേട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വീണു പോകാതെ അതിൽ നിന്ന് അങ്ങ് മാറി സഞ്ചരിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വിജയങ്ങളും നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.